മിഹിറിന്റെ മരണം സഹപാഠികളുടെ റാഗിങ്ങിൽ മനം നൊന്താണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ NOC സ്കൂളിന് ഉണ്ടോ എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ലെന്നും കൃത്യമായ NOC രേഖ സ്കൂൾ നൽകിയിട്ടില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് വ്യക്തമാക്കി. കേസിൽ വിശദമായ അന്വേഷണം നടത്തി പോക്സോ ചുമത്താനുള്ള സാധ്യതയും പരിശോധിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത അന്വേഷണം ഉറപ്പുവരുത്തുമെന്നും 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് മിഹിർ നേരത്തെ പഠിച്ച കൊച്ചിയിലെ ജംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പലിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ബിനു അസീസിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ജനുവരി 15-നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പനം സ്വദേശിയുമായ മെഹർ അഹമ്മദ് മരിക്കുന്നത്. മിഹിറിന്റെ മരണത്തിന്റെ കാരണം ആദ്യം മനസ്സിലായില്ലായിരുന്നുവെന്നും ഇതേപ്പറ്റി വിശദമായി പരിശോധിച്ചപ്പോഴാണ് കാരണം വ്യക്തമായതെന്നും അമ്മ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. സ്കൂൾ ബസ്സിൽ വച്ച് അതിക്രൂരമായ പീഡനം മിഹിറിന് നേരിടേണ്ടി വന്നതായും അമ്മയുടെ പരാതിയിലുണ്ട്. ക്രൂരപീഡനത്തിന് പുറമെ മിഹിറിന്റെ മരണം വിദ്യാർത്ഥി സംഘം ആഘോഷമാക്കിയതായും കുടുംബം ആരോപിച്ചിരുന്നു. മിഹിറിന്റെ മരണം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.